റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ KSRTC ബസ് ഇടിച്ചുകയറി. KSRTC ജീവനക്കാരുടെ പെരുമാറ്റത്തിൽ പ്രതിഷേധമറിയിച്ച് കാറുടമ പ്രതിഷേധ ഫ്ലക്സും കാറിൽ സ്ഥാപിച്ചു. നരുവാമൂട് വെള്ളാപ്പള്ളി ഷാലോമിൽ റിജോയുടെ കാറാണ് ചൊവ്വാഴ്ച രാത്രി 12 മണിയോടെ വെടിവെച്ചാൻകോവിൽ ദേശീയപാതയ്ക്ക് സമീപത്ത് വെച്ച് KSRTC ബസ് ഇടിച്ചുകയറിയത്. ബസ് കടന്നുപോകുന്നതിന് സൗകര്യമുണ്ടായിട്ടും KSRTC ഡ്രൈവറുടെ അലക്ഷ്യമായ ഡ്രൈവിംഗാണ് അപകട കാരണത്തിനിടയാക്കിയതെന്നും റിജോ പറയുന്നു. അപകടശേഷം ജീവനക്കാരുടെ പെരുമാറ്റം തൃപ്തികരമല്ലാതെ വന്നതോടെയാണ് പ്രതിഷേധ ഫ്ലക്സ് സ്ഥാപിച്ചത്. ഒരു 11:30 സമയത്ത് എൻ്റെ വലിയമ്മ വയ്യാതായി നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി കാർ എടുത്ത് റോഡിൽ പാർക്കിംഗ് നമ്മൾ വണ്ടി ഇടുന്ന സ്ഥലത്തിട്ടായിരുന്നു. ഒരു വണ്ടി ഇട്ട ആളെ വിളിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങി വരുന്ന വഴിയിൽ ഒരു ലോറി, വലിയ ലോറി വന്ന് അതിനെ ഓവർടേക്ക് ചെയ്ത് ഇട സൈഡിൽ കൂടെ ഒരു ട്രാൻസ്പോർട്ട് ബസ് ഓവർടേക്ക് ചെയ്ത് വന്ന് കാറിൻ്റെ ബാക്കിലിടിച്ച്. ഒരു കൂട്ടുകാരെല്ലാം വണ്ടിയുടെ അടുത്ത് ഉണ്ടായിരുന്നു. ആർക്കും ഒന്നും പറ്റിയില്ല. വണ്ടി ഇടിച്ച് ഫസ്റ്റ് ഫ്രണ്ട് ഇടിച്ച് വണ്ടി കുറേ ദൂരം വലിച്ച് ഞെരകി കൊണ്ടുപോയി ബസ്. ആളിറങ്ങി ബസ്സിൻ്റെ അകത്ത് നിന്നൊക്കെ ആളിറങ്ങിയിട്ട് ഇതുപോലെ നമ്മൾ ഡ്രൈവർക്ക് അയാൾക്കൊരു ബോധമില്ല സംഭവം. അയാളത്ത് കാര്യങ്ങൾ ചോദിച്ചിട്ട് അയാൾക്കൊന്നും ഓർമ്മയില്ല. എനിക്ക് BP കൂടുതലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. അപ്പം വണ്ടിക്കകത്തുള്ള ആൾക്കാർ തന്നെ വെളിയിറങ്ങിയിട്ട് ഒന്ന് പറഞ്ഞ് ഇയാൾ പാറശാല മുതലേ റോങ് സൈഡാണ് കയറി വരുന്നത്, റോഡിന് നടുക്കൂടെ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി 2 വശത്തോട്ടും ചാടി വണ്ടി ഓടിച്ച് അപകടകരമായ രീതിയിൽ വണ്ടി ഓടിച്ച് വരണമെന്ന് പറഞ്ഞു. അയാളത്ത് ചോദിച്ചിട്ട് അയാൾക്ക് ഒന്നും ഓർമ്മയില്ല, എനിക്ക് BP കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞു. ഫ്ലക്സ് എഴുതി പഠിക്കേണ്ട കാര്യം പൊതുവെ ബസ്സുകാരെല്ലാവരും ഇടിച്ച് കൊന്നിട്ട് കേസിന്റെ വഴിക്ക് പോകുമെന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് വേറെ ഒരു പ്രയോജനമില്ല നമുക്ക് വണ്ടി. കാരണം ഞാൻ വണ്ടി ഓടിയാണ് ഞാൻ ജീവിക്കുന്നത്. മാസം 15,450 രൂപ അടവ്. ഒതുക്കിയിട്ടിരുന്ന വണ്ടി കൊണ്ടുപോയി ഇടിച്ചിട്ട് അവർക്ക് കേസിന്റെ വഴിക്ക് പോകാം. അവർക്കറിയാം നമുക്കൊന്നും കിട്ടില്ലെന്ന് അവർക്കറിയാം. ഇതിന്റെ പേരിൽ പ്രതിഷേധമായിട്ട് നമ്മൾ ഫ്ലക്സ് ചെയ്ത് വെച്ചായിരുന്നു. ഫ്ലക്സ് കണ്ടു തന്നെ ഇപ്പോൾ ഒരുപാട് പേര് ചോദിച്ച്, അല്ലെങ്കിൽ അറിഞ്ഞൂടാ. വണ്ടി ഫുള്ള് ബാക്ക് ഭാഗം ഫുള്ള് നാശമായി. ചേസ് ഉൾപ്പെടെ ബെൻഡായി. നല്ല സ്പീഡിലാണ് വണ്ടി ഒന്ന് ഇടിച്ചത്. സാധാരണ വണ്ടി അവിടെ ഉണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാർ ചുറ്റി എപ്പോഴും വണ്ടിയുടെ അടുത്ത് കാണും. എൻ്റെ കട അവിടെയാണ്, ഒരു കട ഇട്ടിട്ടുണ്ട്. വണ്ടിയുടെ അടുത്ത് ആളുണ്ടായിരുന്നുണ്ട്. എപ്പോഴും നമ്മൾ എല്ലാ ദിവസവും വണ്ടിയുടെ അടുത്ത് ആള് കാണും. ഇന്നലെ എപ്പോഴും വയ്യാത്തതുകൊണ്ട് മുകളിലോട്ട് അവർ വന്നായിരുന്നു. അതിനുമുമ്പ് ഇറങ്ങി വരുന്ന സമയത്ത് ആക്സിഡന്റ് ആയി. ഈ ഡ്രൈവർ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ ഞാൻ ഡ്രൈവർക്കെതിരെ എന്തായാലും കേസ്, അയാൾക്ക് മാക്സിമം നിയമ നടപടികൾ സ്വീകരിക്കണം എന്തായാലും. അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ഏതറ്റവരെയും ഞാൻ പോകും. കഴിഞ്ഞ ദിവസം മുടവർപ്പാറയ്ക്ക് സമീപം KSRTC ബസ്സിൽ നിന്നും യാത്രക്കാരി ഇറങ്ങുന്നതിന് മുമ്പ് ബസ് മുന്നോട്ടെടുത്തതോടെ ബസ്സിൻ്റെ പിൻചക്രം കാലിലൂടെ കയറി ഇറങ്ങി വീട്ടമ്മയ്ക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. KSRTC ഡ്രൈവർമാരിൽ ചിലരുടെ ഗുരുതരമായ അനാസ്ഥയിൽ അപകടം നിത്യസംഭവമാകുമ്പോഴും തുടർ നടപടി സ്വീകരിക്കാതെ പോകുന്നതായും ആക്ഷേപമുയരുന്നു.